ഞാൻ പറഞ്ഞ കേൾക്കാമോ? ഞാൻ ഇപ്പം രാവിലെ 4 മണിയാവും. ഞാൻ ഇപ്പം രാവിലെ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു നടക്കാൻ പോകണം. ഞാൻ 2 ആഴ്ചയായി നടന്നിട്ട്. നേരത്തെ നടക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നടക്കാൻ സമയം കിട്ടല്. ഇപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പോകുന്നത്. ഒന്ന് നടന്നാൽ എന്താണ്? അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയയിലാണ്, ജയനഗറിലെ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ബ്ലോക്കിൽ ചെല്ലാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജെ പി നഗർ പോകാൻ പറ്റും. എൻ്റെ പി ജി അവിടെ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകാം. അതാണ് മൊത്തത്തിൽ വിഷയമാണ്. അപ്പോൾ ഞാൻ നടക്കട്ടെ. ഓക്കെ, വിഷയമാണ്. കൈസ്, അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി. നമ്മളിനി ബസ് സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ നടന്ന് സൈഡിൽ നടന്ന് അങ്ങോട്ടൊന്ന് പോവാം. വിഷയമാ. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കാണ് വട്ടം കുറച്ചുകൂടി വട്ടമുണ്ട്. ഒരു വട്ടം ഒരു നോർമൽ അവിടെ മിനി മിനി കത്തുന്നു. മിനി മിനി കത്തുന്നതാണ്. എന്തിനാ കത്തുന്നതെന്ന് പോലും അതിന് പോലും അറിയില്ല. പക്ഷേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ എത്തിയിട്ട് നമുക്ക് കാണാം. ഏതാ നല്ല വ്യൂ അല്ലേ ഇത്? രാവിലെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ചില സമയത്തൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയാൽ എവിടെയോ നമ്മൾ കണ്ടുപിടിച്ച ഒരു ഏരിയ പോലത്തെ ഒരു പണ്ട് എങ്ങോ കണ്ട ഒരു ഫീലാണ് ഇവിടെ കാണുമ്പോൾ. ഇങ്ങനത്തെ സീനറി കാണുമ്പോൾ അതേപോലെ ഇവിടെ അങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. വിഷയം ഞാനിപ്പോൾ പി ജി എത്തി. വിഷയമാണ്. അപ്പോൾ പി ജിക്ക് അടുത്തുള്ള ഏരിയ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കൗതുകം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തത്. വിഷയമാണ്. ഗൈസ്, അപ്പോൾ ഞാൻ പി ജി എത്തി. ഞാനിപ്പം രാവിലെ ആദ്യമേ വന്ന ഏരിയയിൽ തന്നെ ഞാൻ വീണ്ടും രാവിലെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ നടക്കുന്നതാണെങ്കിൽ ഒരു എന്തുവാ പറയുന്നത്, നമ്മൾ ചുമ്മാ വെയിറ്റ് കുറയ്ക്കാനും അങ്ങനെയൊക്കെയാണ്. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയ കാര്യം, അതിന് വെയിറ്റ് കുറയണം നമ്മൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടക്കേണ്ട ഒരു നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയത്തില്ലെന്നുള്ളൊരു ഒരു ഇത് എനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നീട് ഞാൻ പിന്നാണ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ദിവസം എന്നൊക്കെ ഞാൻ രാവിലെ നടന്നിട്ടുണ്ടോ വൈകിട്ട് നടന്നിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നടക്കാറുള്ളത്. രാവിലെ നടന്നു കഴിയുമ്പോഴത്തേക്കൊരു ആശ്വാസം. നമ്മുടെ ഹെഡ്സെറ്റിൽ ഒരു പാട്ടൊക്കെ കേട്ട് എന്നിട്ട് ഇങ്ങോട്ട് നടക്കുന്നത് അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു രാവിലത്തെ നടക്കുന്നത്. ഓക്കെ, വിഷയം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ നടന്നിട്ട് ഞാൻ വന്നിട്ട് നല്ലൊരു കുളിയൊന്ന് പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് തുണി നനയ്ക്കാണ് അങ്ങനെ നനച്ചു. ഇപ്പോൾ വിരിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇവിടെ പരിസരത്ത്. എല്ലാ വഴി പറഞ്ഞു രാവിലെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കാനായിട്ട്. അതൊരു പ്രത്യേക വൈബ്. രാവിലെ അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ ടെറസിൽ പോകാൻ ഇങ്ങനെ ചുമ്മാ കുറച്ച് നിന്ന് കഴിയുമ്പോൾ ഈ തെളിയുന്ന കുറച്ച് വെട്ടങ്ങളുണ്ട്, ചെറിയ ചെറിയ വെട്ടങ്ങളാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടുത്തെ സ്ട്രീറ്റിലെ വെട്ടം നമുക്ക് ഭയങ്കര ഒരു കാണാൻ നല്ലൊരു വിഷ്വൽ ഭംഗിയാണ്. എന്താ പറയുക, ഇപ്പം നല്ല കാറ്റുണ്ട്, എന്താ സുഖം. അപ്പോൾ എൻ്റെ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ആവുകയാണ്. രാവിലെ നടന്നത് ഓൾറെഡി സ്റ്റാർട്ടായി, പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റാർട്ടാണ്. ഓക്കെ, അതാണ് ഇപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാം. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ തുണിയെല്ലാം ഇവിടെ വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഓക്കെ, തുണിയെല്ലാം വിരിച്ചിട്ടു. ഇനി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എനിക്ക് ഇപ്പോൾ എന്താണെങ്കിലും ഫുഡ് ഇപ്പോഴേ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 6:30 വരെ 6:30 6:45 വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ആ സമയം കൊണ്ടാണെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വർക്കിലോട്ട് പോകാം. ഓക്കെ, എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഇനി എങ്ങനെ ഇടുന്നതെന്നുള്ളത്. അതാണ് എനിക്കൊരു ഡൗട്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ കട്ട് ചെയ്ത് ഇടുമ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെയാണ് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് ഭയങ്കര ലാഗായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഭയങ്കര ലോങ് ആയിപ്പോയി. അപ്പം നിങ്ങളെ ഒത്തിരി മടുപ്പിക്കേണ്ടെന്നുള്ള ഒരു കൺസേൺ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ഷോർട്ടാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പം നേരൊക്കെ വെളുത്ത് തുടങ്ങി. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വേണ്ട ഇങ്ങനെ ഒരു സൺറൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയമാണ്. ഏതാ വൈബ്, വിഷയവാ. സീൻ. അപ്പോൾ അതാണ് ഇപ്പോൾ രാവിലത്തെ വിശേഷമൊക്കെ. അപ്പോൾ നമുക്ക് ചൂട് ടാപ്പ് കുടിച്ചാൽ തുടങ്ങാം. ഏതാണ് വിഷയവാ. ഹലോ, അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എപ്പോഴാണ് അറിയാമോ? നിങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത്. അതിനുശേഷം നിങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് എപ്പോഴാണ് അറിയാമോ? ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സത്യം പറയാം ഒരു ദിവസം മൊത്തം, പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച മൊത്തത്തിൽ ഒരു ഫുള്ള് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. മീൻസ് പോസ്റ്റ്, ഡിസൈനിങ്, ക്ലാസ്, അങ്ങനെ ചറ പറയായിരുന്നു. അപ്പം കാരണം എനിക്കും അങ്ങോട്ടൊരു എന്താ പറയുക, വീഡിയോ എടുക്കായിട്ടുള്ളൊരു മാനസിക അവസ്ഥയല്ല. എന്നാലും അതൊക്കെ ഞാൻ സ്റ്റോറി പോയത്, അത് വേറെ ഞാൻ. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ പ്ലേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇന്നലെ ആയിരുന്നു ശരിക്കും പറയുന്നത്. അപ്പം ഇപ്പോഴാണ് എൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഒരു ഇന്റേൺഷിപ്പ് ഇന്നലെ അവസാനിച്ചു.
അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വന്നത്. അപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ചാണ് അൺപെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്റേൺഷിപ്പിലോട്ട് മീൻസ് എത്തിയത്. അപ്പം ഇതിനകത്താണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഞാൻ ചെയ്ത ഇന്റേൺഷിപ്പ് എന്തോ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇപ്പം കാണിക്കാം മെയിനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ കമ്പനി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഏത് കമ്പനി, എന്ത് കമ്പനി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ കമ്പനി എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, പേര് പറയുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഇന്റേൺഷിപ്പ് ഇറങ്ങുന്ന കമ്പനി വെച്ചാൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പം എൻ്റെ പേര് PG People മാർക്കറ്റിംഗ് എന്നാണ്. ഓക്കെ. അപ്പോൾ അവരുടെ ഇതാണ് ലിങ്ക്ഡിൻ പേജാണ് ഇത് കേട്ടോ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതാണ് നിങ്ങൾ അവരുടെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്താണെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഇതിനകത്ത് വന്ന് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ അവരുടെ ലിങ്ക്ഡിൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇതുണ്ടാവാം, ഇതിനകത്ത് ഞാൻ എന്തോ ചെയ്തതെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഞാൻ ചെയ്ത വർക്ക് ഞാൻ കാണിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത് കൊടുത്ത വർക്ക് ഞാൻ അവരുടെ ഏജൻസി ത്രൂ ചെയ്യും. അവർ മറ്റുള്ളവർക്ക് ചെയ്തു അങ്ങനെ കൊടുക്കുന്ന വർക്കുകളുണ്ട്. അപ്പം സബ്ബായിട്ട് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പം അത് ഞാൻ കാണിക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിക്കാം. ഇപ്പം നിങ്ങൾ കണ്ടോളെ. ഇതാണ് ഒന്നാമത്തെ ഒരു പോസ്റ്റർ. ഓക്കെ. ഇത് ഒരു പോസ്റ്റർ. ഇത് ഒരു ലോക്കൽ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അവിടുത്തെ ഇതുപോലെ ഡൽഹിയിലുള്ളൊരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താണ്. ഓക്കെ. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അവർക്ക് തന്നെ ചെയ്ത് കൊടുത്തതാണിത്. ഓക്കെ. മൂന്നാമത്തെ കണ്ടിത്, നാലാമത്തേത് ഇത്, അഞ്ചാമത്തേത് ഇത്, ആറാമത്തെ ഇത്, ഏഴാമത്തെ ഇത്. ഓക്കെ. ഇത് ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്ത് കൊടുത്തത്. ഇത് കൂടാതെ വേറെ ഉള്ളവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ അതിനെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം അങ്ങനെ കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പരിപാടികൾ. പിന്നെ ഇന്നലെയോടുകൂടി എൻ്റെ എല്ലാം ഇതിൻ്റെ ഇന്റേൺഷിപ്പ് ഇന്നലെയോടുകൂടി എല്ലാം കഴിയും. അപ്പം എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഞാൻ അൺപെയ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണമാണ് എനിക്ക് എല്ലാവർക്കും ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ച് ഒരുപാട് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ഉണ്ടായി. അതിനേക്കാൾ ഉപരി റിസർച്ച് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറ്റി. ഇപ്പം എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ലൈഫ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു കുറച്ചൊരു ബേസിക് നോളജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഇടയ്ക്ക് മീറ്റിംഗ് വിളിച്ച് കൂട്ടി എല്ലാവരുമായിട്ട് നല്ല സംസാരിക്കും. അതൊക്കെ ഒരു നല്ലൊരു ഇതാണ്. അപ്പം അതിന് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് അത്യാവശ്യം നല്ലൊരു ടീമാണ്. അതാണ്. പിന്നെ ഞാൻ ഏകദേശം ആണെങ്കിൽ 42 പോസ്റ്ററുകൾ ഏകദേശം ഈ ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 42 പോസ്റ്ററുകൾ. അതിനകത്ത് പോസ്റ്ററുകളുണ്ട്, നോർമൽ പോസ്റ്ററുകളുണ്ട്, അതുപോലെ സീരീസ് പോസ്റ്ററുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറൂസൽസ് ഉണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട്. അപ്പം ഇതിനകത്ത് മിക്ക നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം അവർക്ക് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് കാണിക്കും. അല്ലാത്ത ഞാൻ കാണിച്ചിട്ടും അതാണ്. ഓക്കെ. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എനിക്കിതിനകത്ത് അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു എന്താ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു സ്പീഡ് കൂട്ടാനായിട്ട് സാധിച്ചു. അത് വലിയൊരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില സമയത്താണ് ഇപ്പം 4-6 മണിക്കൂർ ചെയ്യേണ്ട പോസ്റ്ററുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കാനായിട്ട് കണ്ടന്റ് ഉൾപ്പെടെ നമുക്ക് സെറ്റ് ചെയ്ത് അത് നമുക്ക് ഒന്നൊന്നര കുറഞ്ഞ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് ഈ ഒരുപാട് ഏജൻസി ത്രൂവാണ്. അങ്ങനെ നമുക്ക് ഒത്തിരി പോസ്റ്റുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം അതാണ് ഈ ഒരാഴ്ചത്തെ വിശേഷം. അപ്പം ഇതിൻ്റെയൊക്കെ തിരക്കിലാണ്. പിന്നെ ഇത് കൂടാതെ ഞാനാണെങ്കിൽ അല്ലാതെ വേറെ കുറച്ച് ഫ്രീലാൻസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് വർക്കുകൾ ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇതുവരെ തീർത്തില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ അത് ആദ്യം ഇതിനകത്ത് ആദ്യമാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ശരിയല്ല. അത് തീർത്തിട്ട് ചെയ്യുമ്പോൾ അതിനൊരു എന്നല്ല നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്നും എന്നൊക്കെ മനസ്സിലാക്കും. ഇപ്പം തന്നെയാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്ററുകൾ ഒന്നാണ് തന്നെ ഇതൊന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ടെക്സ്റ്റ് ഇതെൻ്റെ ഈ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ഫോണ്ടാണ്. അത് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തെടുത്ത ഫോണ്ടാണ്. അപ്പം ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ അത് ഡിസൈൻ ചെയ്തെടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ ഇതിനകത്ത് ഈ ട്യൂസ്ഡേയുടെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്ത ഇമേജസ് അത് ഒരു റെഫറൻസ് ആയിട്ട് ഒരു ഇമേജ് എടുത്താണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇതിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ മൊത്തം ജനറേറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിൽ തന്നെ ഇതിനകത്ത് ജനറേറ്റീവ് ഫിൽ എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ജനറേറ്റ് ചെയ്തു. എനിക്ക് വേണ്ട രീതിയിൽ തന്നെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ തട്ടിക്കുട്ടികളൊക്കെ ഇതിനകത്ത് കാണിച്ചത് ഇതെല്ലാം ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്ത് വെച്ചത് തന്നെ. അതുകൊണ്ടാണ് അത് ഓരോന്നായിട്ട് ഇങ്ങനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഓരോ ഭാഗമായിട്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണം ജനറേറ്റ് ചെയ്തതാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് എൻ്റെ ഒരു വിഷയം. ഞാൻ അങ്ങനെ ഫുൾ വിഷയമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ കുത്തി നമ്മൾ ആലോചിച്ച് നമ്മളോട് എന്തുമാണ് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാൻ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ. ഓക്കെ. അപ്പോൾ ഫൈനലി I would say thanks to Nabisa and Almira ma'am and
Tanima ma'am, for these 3 days, literally evaluating me, analyzing me, and motivating me, inspiring me, everything like that. They have been uh, they help me to do myself and my creativity. They make my creativity work. So uh, they help me to do so many things like that. So I really thanks this 3 of them very much. Uh, and for giving this opportunity us to do a professional career in my life. So really thanks 3 of them very much. ഓക്കെ, അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇതിപ്പോൾ എന്താണെന്ന് അവർ കാണുമെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ കാണിച്ച പോസ്റ്റ് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെയൊക്കെ തന്നെ എല്ലാം വിഷയമാണ്. അപ്പം എന്നും എപ്പോഴും എല്ലാവരും വിഷയമായിട്ടിരിക്കുക. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് നടക്കാനൊക്കെ പോവുക. പിന്നെ എന്താ പറയുക, എല്ലാവരും പക്ഷെ നമുക്ക് കിട്ടുന്ന കുറച്ചൊക്കെ ചെറിയ ചെറിയ നല്ല നിമിഷങ്ങളും എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ നടക്കാനായിട്ടൊക്കെ പോകാം. ഇതുപോലെ നടക്കാത്ത മടിയന്മാരുമായിട്ടുള്ളവരൊക്കെ എന്നെപ്പോലും മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നടക്കാനായിട്ട് പോകാം, നിങ്ങൾക്ക് നല്ല എനർജി കിട്ടും. ഓക്കെ, അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നും നിർത്തിയാണ്. അപ്പം എന്നും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നും വിഷയമായിട്ടിരിക്കുക. ഓക്കെ, വിജയവാ.